വിവാഹ ജീവിതത്തിന് ഒരു ദിശാബോധം നൽകുന്ന ഒരു തിരുവെഴുത്താണ് ഞാൻ നിങ്ങളോട് പങ്കിടുവാനുള്ള കാരണം, ദിശാബോധം നഷ്ടപ്പെട്ട കുടുംബമെന്ന് പറയുന്ന സ്ഥാപനം വല്ലാത്ത പ്രതിസന്ധികളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഉത്തരാധുനിക ലോകം, പോസ്റ്റ് മോഡേൺ വേൾഡ് എന്നാണ് പറയുന്നത്. അവിടെയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കുടുംബത്തിൻ്റെ വേരുകൾ പലതും അറ്റുപോകുന്നു എന്ന് ചിന്തിക്കുന്ന, വിവാഹമെന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡാണ്, ഒരു പഴഞ്ചൻ ചിന്തയാണ്. പള്ളിയും പട്ടക്കാരും പാസ്റ്ററും ഒന്നും ഇല്ലാതെ ഒരുമിച്ച് ജീവിച്ചാൽ കുഴപ്പമില്ല. വളരെ നിസ്സാരമായിട്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് പറയുന്നതിനോട് മുഖം തിരിച്ച് പുറം തിരിച്ച് അതിനെ നിസ്സാരമായി കാണുന്ന, ലാഘവ ബുദ്ധിയോടുകൂടി കാണുന്ന, ഫിനിഷിംഗ് ലൈനിലെത്താത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളിൽ നിന്ന് നമുക്ക് ഒരു ദിശാബോധം എന്ന് പറഞ്ഞാൽ എവിടേക്ക് പോകണം, എന്ത് ചെയ്യണം കുടുംബം എന്നതിൽ, അത് ഞാൻ തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങളോട് പങ്കിടുന്നത്. അതിനെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ്. വായിക്കയില്ല, എന്നാലും നമ്മുടെ ഓർമ്മയിൽ കാര്യങ്ങൾ കൊണ്ടുവരട്ടെ. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. പക്ഷേ വിവാഹത്തിൻ്റെ ആ വലിയ സദ്യ നടക്കുമ്പോൾ അവർക്ക് വീഞ്ഞില്ലാതെ പോയി. വീഞ്ഞുകളുടെ നാടാണല്ലോ, മുന്തിരിയുടെ നാടാണല്ലോ അവരുടെ വിഭവത്തിൻ്റെ ഭാഗമാണ്. എത്ര അപമാനമാണ്! ഒരു പക്ഷേ ഒരു ദരിദ്ര കുടുംബമായിരുന്നിരിക്കാം. യേശുവിൻ്റെ അമ്മ ഇത് കണ്ടിട്ട് അവർക്ക് വളരെ മനസ്സലിവ് തോന്നിക്കാണും. യേശുവിനോട് പറയുകയാണ്, അവർക്ക് വീഞ്ഞ് ഇല്ല. യേശു കർത്താവ് അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ആദ്യത്തെ പദം പറയും, എനിക്കും നിനക്കും തമ്മിലൊന്നും, അത് വേദശാസ്ത്രപരമായി വ്യാഖ്യാനിക്കേണ്ട. പക്ഷേ കർത്താവ് പറയുന്നത് ആ ദൈവത്തിൻ്റെ സമയം, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് ലൂക്കോസ് 4:18 പറയുന്ന ആ സമയം, അവൻ്റെ പ്രവൃത്തിയുടെ സമയം ദൈവ നിയോഗത്തിലുള്ളൊരു സമയമായിട്ടില്ല എന്ന. പക്ഷേ യേശുവിനെ നന്നായിട്ട് അറിഞ്ഞിരുന്ന അവൻ്റെ അമ്മ അവരോട് വന്ന് പറഞ്ഞു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വിൻ. യേശു അവരോട് പറഞ്ഞത്, ആ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക. ശുദ്ധീകരണ നിയമം അനുസരിച്ച് പാദം കഴുകുവാൻ, കൈകൾ കഴുകുവാൻ ശുദ്ധീകരണ നിയമം അനുസരിച്ച് വെച്ചിരുന്ന 6 കൽപ്പാത്രമുണ്ടായിരുന്നു. 2-3 പറ വീതം ഏതാണ്ട് 100 ലിറ്ററോളം വെള്ളം കൊള്ളുവന്ന. അപ്പം അതിൻ്റെ അർത്ഥം 500-600 ലിറ്റർ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലത് വെള്ളം നിറച്ചു. യേശു കർത്താവ് അത് അനുഗ്രഹിച്ചോ തൊട്ടോ ഇതൊന്നും അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ എന്തോ സംഭവിച്ചു. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ പച്ചവെള്ളം വീഞ്ഞായി തീർന്നു. ഇപ്പോൾ കോരി വിരുന്ന് വാഴിക്ക് കൊണ്ട് കൊടുപ്പിൻ. അവനത് കഴിഞ്ഞിട്ട് ഇതെവിടുന്ന് കിട്ടി? അദ്ദേഹത്തിനത് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് അവസാനം എഴുതിയിരിക്കുന്നത്, ഇത് യേശു അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തു, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി, അവൻ്റെ ശിഷ്യന്മാരവനിൽ വിശ്വസിച്ചു. ഈ വേദഭാഗത്തു നിന്ന് ഞാൻ കണ്ടെത്തിയത്, കുടുംബജീവിതത്തിന്, വൈവാഹിക ജീവിതത്തിന് ഒരു ദിശാബോധം ഈ വേദഭാഗത്ത്, ഈ സംഭവത്തിൽ അന്തർലീനം ആയിരിക്കുന്നു എന്നാണ്. ആ വിവാഹത്തിന് യേശുവിനെയും ക്ഷണിച്ചിരുന്നു. ഞാനതിന് വിളിക്കുന്നത് ഗോഡ് എലമെൻറ്റ് ഇൻ ഫാമിലി ലൈഫ്. കുടുംബജീവിതത്തിലുള്ള ദൈവമെന്ന് പറയുന്ന ഘടകം
ആ വിവാഹത്തിന് യേശുവിനെ ക്ഷണിച്ചിരുന്നു. യേശു അടയാളങ്ങളുടെ ആരംഭമായിട്ടാ പച്ചവെള്ളം അവിടെ വീഞ്ഞാക്കിയത്. ദാറ്റ് മീൻസ് മാരേജ് മാറ്റേഴ്സ് ടു ഗാഡ്. വിവാഹ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന് പ്രധാനമാണെന്ന. എൻ്റെയും നിങ്ങളുടെയും കുടുംബജീവിതം ഇറ്റ് മാറ്റേഴ്സ് ടു ഗാഡ്. ദൈവം അതിനെക്കുറിച്ച് വളരെ കൺസേൺഡ് ആണെന്ന. ആൻഡ് ഹിസ് പ്രസൻസ് ട്രാൻസ്ഫോംസ് ഫാമിലി. അവൻ്റെ സാന്നിധ്യം ആ വൈവാഹിക ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണെന്ന. സാധാരണയെ അസാധാരണമായിട്ട് മാറ്റുക അവൻ്റെ സാന്നിധ്യം. അർത്ഥപൂർണമായ ഒന്നാണ് കുടുംബജീവിതം. അവനുണ്ടെങ്കിൽ അതനുഭവിച്ചറിയുവാൻ കഴിയും. പല ആളുകളും ദൈവമെന്ന് പറയുന്ന ഘടകം ഒഴിവാക്കി തള്ളിക്കളഞ്ഞിട്ടാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ ഈ വേദഭാഗം നമ്മളോട് പറയുന്ന ഗോഡ് എലമെൻറ്റ്, ചില വാക്കുകൾ ഞാൻ അതിനെ വിശദീകരിക്കട്ടെ. ഉൽപ്പത്തി 2:18 ദൈവമെന്ന് പറയുന്ന ഘടകം എത്ര പ്രധാനമാണെന്നുള്ള ഒരു ബ്ലൂ പ്രിൻ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കെട്ടിടത്തിന് ബ്ലൂ പ്രിൻ്റ്, പ്ലാൻ ഉണ്ടാക്കാറുണ്ട്. വിവാഹ ജീവിതത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് എന്നാണ് ഞാനതിനെ വിളിക്കുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണ ഉണ്ടാക്കിക്കൊടുക്കും. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, അത് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. ഒരുവനേക്കാൾ ഇരുവരും നല്ലതാ, അറിഞ്ഞിരിക്കണം. രണ്ടുപേർ അധ്വാനിച്ചാൽ വളരെ പ്രതിഫലമുണ്ട്. ഇത് സഭാപ്രസംഗി 4-ാം അധ്യായത്തിൽ ഞാൻ ഈ പറയുന്നത്. രണ്ടുപേർ ചേർന്ന് അധ്വാനിച്ചാൽ വളരെ പ്രതിഫലമുണ്ട്. ഒരാളിന് കുളിര് ചേർന്ന് കിടന്നു കഴിഞ്ഞാൽ കുളിര് മാറും. പ്രതിയോഗി വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയും. ഒരാൾ വീണ് കഴിഞ്ഞാൽ മറ്റേ ആൾ കൈത്താങ്ങൽ കൊടുക്കും. കുടുംബജീവിതമാ. എന്നിട്ടാ പറയുന്നത്, അതെ, മുപ്പിരി ചരട് അറ്റുപോകില്ല. കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ഗോഡ് എലമെൻ്റ് ഉണ്ടോ അവിടെ ജീവിതം നിലനിൽക്കുമെന്ന. വേഗത്തിൽ ഇത് ചത്തുപോകില്ല, നിർജീവമാകില്ല, അറ്റുപോകില്ല. 2:18 ബ്ലൂ പ്രിന്റ് വിവാഹിതരല്ലാത്തവർക്ക് വേണ്ടിയും കൂടിയാണ്. ആ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ദൈവത്തിൻ്റെ ആത്മഗതമായിരിക്കാം. ഐ വിൽ മേക്ക് എ സ്യൂട്ടബിൾ ഹെൽപ്പർ ഫോർ ഹിം. ഞാൻ അവന് തക്കതായ തുണ ഉണ്ടാക്കിക്കൊടുക്കും. ഗോഡ് പ്രൊവൈഡ്സ്. വിവാഹ ജീവിതത്തിനൊരു പങ്കാളിയെ തരുന്ന ആരാണെന്നറിയാം? Kerala-matrimony.com അല്ല, Shadi.com അല്ല, ഇതൊന്നുമല്ല. പകരം ദൈവമാണ്. ഞാൻ അവന് തക്കതായ തുണ ഉണ്ടാക്കിക്കൊടുക്കും. വിശദാംശത്തിലേക്ക് പോകാൻ കഴിയില്ലല്ലോ. വാരിയല്ലൊന്നെടുത്തൊരു സ്ത്രീയെ ഉണ്ടാക്കി. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. ഇംഗ്ലീഷ് എനിക്ക് കുറച്ചുകൂടെ സുഖമായി തോന്നിയത്. ആൻഡ് ഹി ബ്രോട്ട് ഹെർ ടു ഹിം. അവൻ അവളെ അവൻ്റെ അടുക്കൽ കൊടുത്തു. ആരാണെന്നറിയാമോ? Shadi.com-കാരല്ല. ദൈവം അവളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. മത്തായി 19 പറയുന്നത് ദൈവം യോജിപ്പിച്ചതിനെ, അതിൻ്റെ അർത്ഥം ദൈവം അവിടെ യോജിപ്പിച്ചത്. ഉൽപ്പത്തി 1:27, 2:24 മത്തായി 19 അവിടെ പറയാം ദൈവം യോജിപ്പിച്ചതിനെ. അപ്പം ദൈവമാണ് അവരെ യോജിപ്പിച്ചത്, ദൈവമാണ് അവരെ അനുഗ്രഹിച്ചത്. സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക. നിങ്ങൾ അറിയേണ്ടത് ഉൽപ്പത്തി 1:2-23 പറയുന്നത് ആദമിൻ്റെ ആദ്യത്തെ പ്രേമഗീതമാ. ഓ ഷീസ് ദ ബോൺ ഓഫ് മൈ ബോൺസ് ആൻഡ് ദ ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. ഇവളെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസം. 4 ആലോചന വന്നതാ. എല്ലാവരും കൂടെ എൻ്റെ തലയെ കെട്ടിവെച്ചെന്നല്ല പറയുന്നത്. അന്ന് ശരിക്കും കാണാൻ കഴിഞ്ഞില്ല, അബദ്ധം പറ്റിയെന്നല്ല പറയുന്നത്. ഷീസ് ദ ബോൺ ഓഫ് മൈ ബോൺസ് ആൻഡ് ദ ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ്. എ സെൻസ് ഓഫ് ബിലോങ്ങിങ്. എൻ്റേതാണെന്നുള്ള ബോധ്യമാ, പരസ്പരമുള്ളൊരു അറ്റാച്ച്മെൻറ്റാ. അധ്യായത്തിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഇരുവരും നഗ്നരായിരുന്നു, നാണം തോന്നി ഇല്ലതാനും. ശാരീരിക നഗ്നതയല്ല. ദൈവം ജീവിതത്തിൽ പങ്കാളിയെ തന്നാൽ, ദൈവം യോജിപ്പിച്ചാൽ, ദൈവം അനുഗ്രഹിച്ചാൽ, ആ പരസ്പര ബന്ധം, സ്ത്രീ പുരുഷത്തെ ബന്ധത്തെക്കുറിച്ച് നത്തിങ് ടു ബി അഷെയിംഡ് ഓഫ്. അതിനെക്കുറിച്ച് ലജ്ജിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല.
ആത്മാഭിമാനത്തോടെ. അതുകൊണ്ട് ആ തിരുവെഴുത്ത് പറയുന്നത് വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമാക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാനിവിടെ തെളിയിച്ചു കൊള്ളട്ടെ. ഞാൻ ഈ അടുത്ത കാലത്ത് പഠനങ്ങൾ നോക്കി. ഗോഡ് എലമെൻ്റ് ആൻഡ് മാരേജ് സ്റ്റെബിലിറ്റി, വിവാഹത്തിൻ്റെ ദൃഢതയും ദൈവമെന്ന് പറയുന്ന ഘടകവും ഓടിച്ചു മാത്രമേ പറയുകയുള്ളൂ. ഒരേ വിശ്വാസമുള്ള ആളുകൾ തമ്മിൽ വിവാഹം കഴിച്ചാൽ ഡിവോഴ്സ്, വിവാഹമോചനത്തിൻ്റെ റേറ്റ് കുറവാണെന്ന, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കപ്പിൾസ് ആണെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ തൃപ്തി, മാരിറ്റൽ സാറ്റിസ്ഫാക്ഷൻ വളരെ കൂടുതലാണ്. ഒരു പക്ഷേ അവർക്ക് ഭിന്നതയുണ്ടായാൽ വേഗത്തിൽ അവർക്ക് പരിഹരിക്കാൻ കഴിയുന്നു എന്നാണ്. നിരന്തരമായി ആരാധനയിലും പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും സാക്രമന്തുകളിലും അല്ലെങ്കിൽ തിരുവത്താഴത്തിലൊക്കെ പങ്കിടുന്ന ആളുകൾക്ക് അവരുടെ ഇടയിൽ അവിശ്വസ്തത താരതമ്യേന കുറവാണെന്ന. എന്താണെന്നറിയാമോ? മറ്റൊരാളിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ദൈവത്തോട്. എന്നാൽ അതേസമയത്ത് നാമധേയമായിട്ടുള്ള വിശ്വാസിയാണെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പ്രായോഗികമായി വിശ്വാസം എക്സർസൈസ് ചെയ്യുന്നവർക്കാണ് അവരുടെ കുടുംബം സ്ട്രോങ് ആണ്, ഭദ്രമാണെന്ന് അറിഞ്ഞിരിക്കണം. വിവാഹത്തെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് പ്രേമമല്ല, ഫീലിങ്സ് അല്ല. ഇത് അതിന് പകരം ദൈവത്തോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റിലുള്ള പരസ്പരം ചെയ്യുന്ന ഒരു ഉടമ്പടിയിലും സ്നേഹത്തിലുമാണ് വിവാഹ ജീവിതം വളർന്നു വരുന്നത്. വിവാഹം ഒരുപക്ഷെ നിങ്ങൾ പ്രശസ്തരായില്ല എന്നിരിക്കാം, സമ്പന്നരായില്ല എന്നിരിക്കാം. എന്നാൽ അതുകൊണ്ട് ജീവിതമെല്ലാം തകർന്നു പോകുകയില്ല. പക്ഷേ ദൈവമില്ല എങ്കിൽ യു കനോട്ട് സർവൈവ്. ഞാനത് ആവർത്തിക്കുന്നു. യു കനോട്ട് സർവൈവ്, യുവർ മാരേജ് കനോട്ട് സർവൈവ് വിതൗട്ട് ഗോഡ്. ദൈവമില്ലാതെ കുടുംബജീവിതം നിലനിൽക്കാൻ കഴിയത്തില്ല. വളരെ വേഗത്തിൽ ബാക്കിയുള്ളതിലേക്കും കൂടെ പോകട്ടെ. രണ്ടാമത് ഞാനവിടെ കണ്ട ഒരു ഘടകം, അന്നത്തെ എല്ലാ കല്യാണങ്ങളിലുള്ളതുപോലെ ഒരു ഭയങ്കര സെലിബ്രേഷനാണ്, ഒരു ഭയങ്കര ആഘോഷമാണ്. നമ്മളൊക്കെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്നത് ഹണിമൂൺ എന്ന് പറയുന്നു, മൂന്നാറിലേക്ക് പോകുന്നു, പിന്നെ എവിടെയൊക്കെയാ. അതുകൊണ്ടാണ് ബൈബിൾ ഇണപ്രാവുകളെ ഇളക്കരുതേ. അവിടെ ഒരു വൈൻ എക്സ്പീരിയൻസാണ്, ഒരു വീഞ്ഞിൻ്റെ അനുഭവമാണ് ആദ്യത്തത്. രണ്ടുപേർക്ക് എപ്പോഴും ഒരുമിച്ചിരിക്കണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, എല്ലാം പങ്കിടണം, എല്ലാം. അതെ, ഞാൻ പറയാറുള്ളത് സ്നേഹം പല ആളുകളും പ്രകടിപ്പിക്കത്തില്ല. എൻ്റെ കല്യാണങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചിലരെങ്കിലും. നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാം, സ്നേഹമുണ്ട്, പ്രകടിപ്പിക്കത്തില്ല. ഫ്രിഡ്ജിനകത്ത് ഫ്രീസർ എന്നും പറഞ്ഞൊരു സാധനമുണ്ട്, അതിനകത്ത് ഇറച്ചിയും മീനും വെച്ചിട്ട് കല്ല് പോലെ ഇരിക്കുക. ഭാര്യയോടും പ്രകടിപ്പിക്കത്തില്ല, ഭർത്താവിനോടും പ്രകടിപ്പിക്കത്തില്ല, മക്കളോടും പ്രകടിപ്പിക്കത്തില്ല. ഏറ്റവും കുറഞ്ഞ ബൈബിളെങ്കിലും വായിക്കണം. ദൈവമാണ് പറയുന്നത്, നിത്യമായ സ്നേഹത്താൽ ഞാൻ നിന്നെ. സ്നേഹം ഉണ്ടെങ്കിൽ നേരിട്ട് മുഖത്ത് നോക്കി പറയണം, ഐ ലവ് യു എന്ന് പറയണം. എങ്കിലും മലയാളത്തിൽ പറയാൻ നാണമാണെങ്കിൽ. അതെ, ഇതുവരെ ഭാര്യ എടുക്ക പറഞ്ഞിട്ടുണ്ടോ? ഇത്ര നാളായിട്ട് ഭർത്താവിനെടുക്ക പറഞ്ഞിട്ടുണ്ടോ? അതെ, പഴയ നിയമത്തിൽ യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൽ പറയാം, നീ എനിക്ക് മാന്യനും വിലയേറിയവനുമായ യഹോവ ഭർത്താവ് ഇസ്രായേൽ ഭാര്യ എന്നുള്ള സങ്കല്പമാണ്. യു ആർ പ്രഷ്യസ് ടു മീ, യു ആർ ഓണറബിൾ ടു മീ. നീ എൻ്റെ കിരീടമാണെന്നാ പറഞ്ഞോ? നീ എൻ്റെ തലയൊരു ശാപമാണെന്നാണോ പറഞ്ഞത്? വിലപ്പെട്ടതാ, നീ എൻ്റേതാ, നീ എനിക്കുള്ളവൻ തന്നെ. പ്രേമിക്കുന്ന പിള്ളേർ പറയുന്നതാ. പുത്രനെ തന്നതുകൊണ്ട് സാക്ഷാൽ സ്നേഹം പ്രത്യക്ഷമായി എന്ന സ്നേഹം അകത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ടതല്ല, ഇത് പങ്കിടേണ്ടുന്നതാ. വലിയ ആൾക്ക് ഇത് കഴിയത്തില്ല. അതുകൊണ്ട് മക്കളെ ഇനിയെങ്കിലും സോങ് ഓഫ് സോങ്സ് വായിക്കണം. ഉത്തമഗീത അപ്പനും അമ്മയും മക്കളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ധ്യാനിക്കാറില്ലേ? ക്രിസ്തുവും സഭയൊക്കെയാണെന്ന് വ്യാഖ്യാനോടെ എനിക്കതിനകത്ത് വിശ്വാസം ഇല്ലാത്ത ആളാണ്. എന്നാലും അടവിത്തരുക്കൾ ഞാൻ പാടുകയും ചെയ്യും. പക്ഷെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് സോളമൻ ആ പെങ്കൊച്ചിനോട് പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ പ്രിയേ, പിന്നെ എൻ്റെ കാന്തേ, എൻ്റെ സുന്ദരി, ദേ ഇന്ന് വീട്ടിൽ ചെന്ന് ഭാര്യ എടുക്കുക ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക്. ഒന്നീ നിങ്ങൾക്ക് വട്ടാണെന്ന് പറയും അവിടെ കല്യാണത്തിന് പോയിട്ട്, അതല്ലെങ്കിൽ എന്തോ അത്ഭുതം സംഭവിച്ചെന്ന് പറയും. എൻ്റെ പ്രിയ, എൻ്റെ കാന്തേ, എൻ്റെ പ്രാവേ. പണ്ട് പ്രേമിച്ചപ്പോൾ കരളെ കണ്ണെന്നൊക്കെ വിളിക്കത്തില്ലേ? ബൈബിള് ഭാഷ ഇങ്ങനെയൊക്കെയാ. സ്ത്രീകൾ പല ആളുകളും പ്രകടിപ്പിക്കത്തില്ല, അകത്ത് വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ പെങ്കൊച്ചെന്തെന്നറിയാമോ? അവൾ പറയാണ്, എൻ്റെ പ്രിയ,
എൻ്റെ കാന്ത ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് പറയുന്നത്. 10,000-ങ്ങളിൽ സ്നേഹമുണ്ടെങ്കിൽ അകത്ത് വെച്ചുകൊണ്ടിരിക്കാൻ. അതിൻ്റെ അർത്ഥം വിവാഹ ജീവിതം എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യണം. എൻ്റെ വൈഫ് 69 വയസ്സാകാറായപ്പോഴത്തേക്കാണ് മരിച്ചത്. പക്ഷേ എനിക്കറിയാം കുടുംബജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ദർ ഈസ് എ സെലിബ്രേഷൻ. ആ സെക്സ് ഒന്നും അല്ല, അതിനേക്കാൾ വലുതാ. ഞങ്ങൾ രാത്രി ഒരുമിച്ച് കിടന്ന് വർത്താനം പറഞ്ഞാലും തീരത്തില്ല. ചില ആൾക്ക് വർത്താനം പറയാൻ ഒന്നുമില്ല എന്നാ. നിങ്ങൾക്ക് എന്തോ കുഴപ്പം പറ്റിയെന്നതിൻ്റെ അർത്ഥം. കൗൺസിലിങ്ങിന് കായംകുളത്ത് വന്നു, ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അടുത്തത് ദിശാബോധം. ഇതൊരു ദിശാബോധം ആവശ്യമാണ്. എൻ്റെ അടുക്കൽ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ലാതിരുന്ന ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് വന്നു. കാനഡയിലുള്ള മലയാളികളാ. 1 മാസം കഴിഞ്ഞൊന്ന് ഒരാലിംഗനം പോലും ചെയ്യാൻ എന്തോ സംഭവിച്ചു. അഭ്യസ്ത വിദ്യരാ, പക്ഷേ അകത്ത് സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കാൻ അറിഞ്ഞുകൂടെ. ഞാൻ കണ്ടെത്തി അവരുടെ അപ്പനും അമ്മയും പ്രകടിപ്പിക്കത്തില്ലായിരുന്നു. നിങ്ങൾ അതാണോ കണ്ടു വളർന്നത്? നിങ്ങൾക്കത് സാധ്യതയാണ്. മനഃശാസ്ത്ര വിശകലനമാണ് ഈ പറയുന്നത്. അടുത്ത ദിശാബോധത്തിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ പറയാം, നോ വൈൻ, വീഞ്ഞ് ഇല്ല. ആദ്യം നമ്മൾ ഓറഞ്ചൊക്കെ വാങ്ങാൻ പോകുന്ന ഏറ്റവും നല്ല ഓറഞ്ചാണ് മുമ്പിൽ വെച്ചേക്കുന്നത്. ചെക്കനും പെണ്ണും എല്ലാം പുഞ്ചിരിക്കും, ഐ ലവ് യു ഹണി ഡാർലിങ്, ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ, മലയാളത്തിൽ ഭാഷ അണ്ടിയോട് അടുക്കുമ്പോഴറിയാം മാങ്ങായുടെ, കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് മനസ്സിലാക്കുക ഇങ്ങനെ വിചാരിച്ച പോലെയല്ല അവൾ. ഞാൻ ആ പുഞ്ചിരിയും പ്രേമൊക്കെ ആദ്യത്തേതായിരുന്നു. സാധ്യതയുണ്ട്, വീഞ്ഞ് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ ആകാം. വിശദാംശത്തിലേക്ക് ഞാൻ പോകേണ്ടതാ. പല ആളുകളും കുടുംബജീവിതത്തിൽ പിന്നെ ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. കഴിച്ചിട്ടിറക്കാനും വയ്യ, അത് മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. കാരണങ്ങൾ പലതുണ്ട്. വ്യക്തിത്വത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മനസ്സിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അപ്പനും അമ്മയും ആവശ്യമില്ലാതുള്ള കൈകടത്തലുകളുണ്ട്. ഈ അടുത്ത കാലത്ത് ഇവിടുത്തെ വനിത നടത്തിയ ഒരു പഠനത്തിനകത്ത് കണ്ടെത്തിയത് വിവാഹമോചനത്തിൽ കേരളത്തിലുള്ള 2ാമത്തെ കാരണം എന്താണെന്നറിയാം? മാതാപിതാക്കളുടെ കൈകടത്തലാണ്. ഇവിടുന്ന് റിമോട്ട് ഞെക്കിക്കൊണ്ടിരിക്കുക. മോളെ കല്യാണം കഴിപ്പിച്ചു വിട്ടത്, മോൻ്റെ കാര്യത്തിനകത്ത് മക്കളുടെ കാര്യത്തിനകത്ത് ആവശ്യമില്ലാതെ കൈകടത്തിയേക്കരുത്. അവർക്കറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട. എന്തിനാ നിങ്ങൾ ഇണപ്രാവുകളെ ഇളക്കണ്ട, നമ്മുടെ ഇടയിൽ ഉണ്ടാക്കുന്നതാ. പിന്നെ വേറെ പല കാരണങ്ങളുണ്ട്. ഇത് ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം വീഞ്ഞില്ല. പക്ഷെ വീഞ്ഞില്ല, ആബ്സെൻസ് ഓഫ് വൈൻ ഡിഡ് നോട്ട് എൻഡ് മാരേജ്. അന്ന് അവിടുത്തെ വീഞ്ഞില്ലാതെ പോയപ്പോൾ അവിടുത്തെ കല്യാണം തീർന്നില്ല, അവിടുത്തെ ബന്ധം തീർന്നില്ല. പല ആളുകൾക്കും വീഞ്ഞില്ലാതെ വന്നു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവിടെ എവിടെയെങ്കിലുമൊക്കെ അവർ പോകുകയാണ്. കോടതിയിലും അവിടെയും ഇവിടെയും പാസ്റ്ററേയും എല്ലാ നാട്ടുകാരെല്ലാം വിളിച്ച് ഓടിവായോ രക്ഷപ്പെടുത്തോ എന്നാണ്. അപ്പോൾ അത് അറിയേണ്ടത് അവിടെ നമുക്ക് വേണ്ടെന്ന് ഇൻ്റർവെൻഷൻ വേണം. ഒരു പക്ഷേ നിങ്ങൾക്ക് രോഗമുണ്ടായിക്കഴിഞ്ഞാൽ ഡോക്ടറെ എടുക്കൽ പോകല്ലേ. കാറിന് കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ അറബിക്കടലിൽ കളയത്തില്ലല്ലോ, റിപ്പയർ ചെയ്യുക. വീഞ്ഞില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പോലീസിലും കോടതിയിലും അല്ല പോകേണ്ടത്. അതിന് പകരം ഇടപെടാൻ ഒരാളുണ്ടായിരുന്നു, വഴക്ക് വർദ്ധിപ്പിക്കാനല്ല. മറിയ, ഞാൻ നോക്കട്ടെ, അവർ ഭയങ്കര കമ്പാഷനേറ്റാ, ഭയങ്കര കരുതലുള്ളവരാ, കുടുംബക്കാരാ, വാത്സല്യമായിട്ട് ഇടപെടണം. മകൻ്റെ ഭാഗം നിൽക്കേണ്ട, മരുമോടെ ഭാഗവും നിൽക്കേണ്ട. അതിന് പകരം ഇടപെട്ടിട്ട്, മക്കളെ നിങ്ങളിങ്ങനെ പോയാൽ ഒക്കില്ലല്ലോ, ഒരുമിച്ചിരുന്ന് വേണമെങ്കിൽ സംസാരിക്കണം. അതിങ്ങനെയുള്ള ആളുകൾ വേണം നമ്മുടെ സമൂഹത്തിൽ. അത് കഴിഞ്ഞിട്ട് അവൾ പറയുന്നൊരു പദപ്രയോഗമുണ്ട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അവൻ കൽപ്പിച്ചാൽ അത് ചെയ്യുക. അതിൻ്റെ അർത്ഥം പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവസാനമല്ലത്, അതിന് പകരം ചെയ്യേണ്ടത് ബ്രിങ് ഇറ്റ് ടു ദ ലോർഡ്, കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരണം. ആ കുടുംബത്തിൽ ചെയ്തത് പ്രതിസന്ധി ഉണ്ടായോ, നേരെ അതിൻ്റെ യജമാനൻ്റെ അടുക്കലേക്കാണ് പോയത്. അവരെ ഒരുമിച്ച് കൊണ്ടുവന്ന ആളിൻ്റെ അടുക്കലേക്കാണ്, അവരെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ആളിൻ്റെ അടുക്കലേക്കാണ് വന്നത്. ആ കൽപ്പാത്രങ്ങളിലൊക്കെ നിറച്ചു. അവർക്ക് ആകെപ്പാടെ ദൈവത്തിൻ്റെ അടുക്ക കൊണ്ട് കൊടുക്കാനുണ്ടായിരുന്ന റോ മെറ്റീരിയൽസ്, അസംസ്കൃത സാധനം എന്തോന്നറിയാമോ? പച്ചവെള്ളം. എനിക്കും നിങ്ങൾക്കും ചിലപ്പോൾ കുടുംബജീവിതത്തിൽ പച്ചവെള്ളമാണ്, രുചിയില്ലാത്തതാ. എന്നാലും അവൻ്റെ അടുക്കലേക്ക് അത് കൊണ്ടുപോകണം. ലെറ്റ് നോട്ട് ബിറ്റർനെസ് റീപ്ലേസ് ഫെയ്ത്ത്. പരസ്പരം ഉണ്ടാകുന്ന കയ്പ് വിശ്വാസത്തെ തള്ളിക്കളയുന്നതിന് കാരണമാകാതിരിക്കട്ടെ. സൂക്ഷ്മതയോട് കൂടിയാണ്
ചെയ്യേണ്ടത്. സോ ടേക്ക് യുവർ പ്രോബ്ലം ഫസ്റ്റ് ടു ക്രൈസ്റ്റ്. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആദ്യം ചെയ്യേണ്ടത് കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകണം, മറ്റൊരിടത്തേക്കല്ല കൊണ്ടുപോകേണ്ടത്. അവരതനുസരിച്ചപ്പോൾ, യേശു പറഞ്ഞത് അനുസരിച്ച് കഴിഞ്ഞപ്പോൾ, ഒബീഡിയൻസ് ഓപ്പൺസ് ഡോർ ഫോർ മിറക്കിൾ. അവരതനുസരിച്ചപ്പോൾ കൽപാത്രങ്ങൾ നിറച്ചു, വെള്ളം നിറച്ചു. എന്ത് സംഭവിച്ചു എന്നറിയാം? അത്ഭുതത്തിൻ്റെ വഴികൾ അവിടെ തുറന്നത്. അത്ഭുതമല്ലേ അവിടെ തുറന്നത്? അതെ, അതിന് പകരം ഇഷ്ടമുള്ളത് എന്തും പറയണ്ട, ഇഷ്ടമുള്ളത് എന്തും ചെയ്യണ്ട, ഇഷ്ടമുള്ള തരത്തിലേക്ക് പോകണ്ട. അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് അത് ചെയ്യുവൻ. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അവനോട് പറയുക. അതെ, മാരേജ് ത്രൈവ്സ് ഇൻ ഒബീഡിയൻസ്. അനുസരണവും ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി കഴിയുമ്പോൾ അവിടെയാണ് കുടുംബജീവിതം വളരുന്നത്. പരിമിതപ്പെടുത്തുന്നു. അവിടെ അവർ വീലിനെല്ലാം കഴിച്ചിട്ട് പറയുക, ഇത്രയും നാള് ബെസ്റ്റ് ടിൽ നൗ, ഇത്രയും നല്ലത്. അപ്പോൾ അതിൻ്റെ അർത്ഥം കുടുംബജീവിതത്തിൻ്റെ നല്ല വശങ്ങൾ ധാരാളമുണ്ട്. നമ്മൾ പഴയ കാര്യം പറഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം അവിടെ നമ്മൾ കാണുന്നത് ലവ് ഗ്രോസ് ഡീപ്പർ. ആഴമുള്ള സ്നേഹം അവിടെ വളരുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അവിടെ. ജീസസ് ബിക്കംസ് റിച്ചർ ഇൻ ദാറ്റ് ഫാമിലി. യേശു ആ കുടുംബത്തിൽ കൂടുതൽ കൂടുതൽ സമ്പന്നനാകുന്നത് പോലെയായിരിക്കും നമുക്ക് അനുഭവപ്പെടും. ദൈവഭക്തി സമ്പന്നമാണ്. അതെ, ഏറ്റവും നല്ലത് പുറകിലല്ല, ഏറ്റവും നല്ലത് വിശ്വാസത്തോടുകൂടി അനുസരണത്തോടു കൂടി പോകുമ്പോൾ അത് മുൻപിലായിരുന്നു. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ വാട്ട് വാസ് എംപ്റ്റി, ശൂന്യമായിരുന്നത് അത് നിറഞ്ഞ് കവിയുന്ന ഒരനുഭവമായി തീരുകയാണ്. ഏറ്റവും അവസാനത്തത്, നിങ്ങൾ ഏറ്റവും അവസാന ഭാഗം നോക്കിക്കോളൂ. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിന യേശു അടയാളങ്ങളുടെ ആരംഭമായി ചെയ്ത ദൈവത്തിൻ്റെ മഹത്വം. അതിൻ്റെ അർത്ഥം മാരീഡ് ലൈഫ് എന്ന് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വിസിബിൾ പ്രസൻസ്, ദൃശ്യമായ സാന്നിധ്യം നിങ്ങളുടെ പരസ്പര ബന്ധത്തിൽ കാണണം. ദൈവത്തിൻ്റെ സാന്നിധ്യം, അതാണ് ദൈവത്തിൻ്റെ ആ സാന്നിധ്യം. അത് കുടുംബജീവിതത്തിലൂടെ വെളിപ്പെടുന്നതിന് വേണ്ടി ഇവിടെ എഫേസ്യർ 5:32 നേരത്തെ പൗലോസ് പാസ്റ്റർ പറഞ്ഞു, ഇതൊരു മർമ്മമാണ്. ക്രിസ്തു പാപിയെ സ്നേഹിച്ചാൽ മനസ്സിലാവില്ല, പക്ഷേ അത് ആളുകൾക്ക് മനസ്സിലാക്കണോ? ഈ മർമ്മം എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കാൻ കഴിയാത്തത്, ദുർഗ്രഹമായ സുവിശേഷം ഗ്രഹിക്കുവാൻ നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും നിങ്ങൾ തമ്മിലുള്ള കരുതലും നിങ്ങൾ തമ്മിലുള്ള ക്ഷമയും കണ്ടു കഴിയുമ്പോൾ മറഞ്ഞിരിക്കുന്ന മർമ്മം, ക്രിസ്തു സഭയെ സ്നേഹിച്ച മർമ്മം ആളുകൾക്കത് വെളിപ്പെടുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ദാറ്റ് മീൻസ് യുവർ ഫാമിലി ഈസ് എ മിഷൻ. നിങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് നിങ്ങളുടെ കുടുംബജീവിതം ജീവിച്ചോ, അവിടെ ധന്യതയാണ്. നിങ്ങളുടെ കുടുംബജീവിതം എല്ലാ അർത്ഥത്തിലും ധന്യമായി തീരുവാൻ ആ ദിശാബോധമനുസരിച്ച് യാത്ര ചെയ്യൂ. അതിന് ദൈവം കൃപ തരട്ടെ. ഒറ്റ കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം ശൂന്യമാ, അർത്ഥമില്ലാത്തതാ, മരിച്ചാൽ മതി തോന്നുന്നുണ്ടോ? കുടുംബജീവിതം കൈവിട്ടുപോയി, അത് ചിതറി കഷണങ്ങളായി പോയി എങ്കിൽ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, യേശുവിനെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കണം. ആ കുടുംബത്തിൽ ചെയ്തതാ, യേശുവിനെ അവർ ക്ഷണിച്ചു. നിങ്ങൾ കണ്ണുനീരോട് പറയൂ, കർത്താവേ, റോ മെറ്റീരിയൽസ് പച്ചവെള്ളേ ഉള്ളൂ, വീഞ്ഞില്ല. ദൈവത്തോടത് കൺഫസ് ചെയ്യുമോ? അംഗീകരിച്ചിട്ട് പറയുമോ, വീഞ്ഞില്ല കർത്താവേ, അത് എന്നെ സഹായിക്കണമേ. അവിടെ ദൈവം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. പച്ചവെള്ളത്തെ ട്രാൻസ്ഫോം ചെയ്തതുപോലെ നിങ്ങൾ പറയും, കർത്താവേ, എൻ്റെ കുടുംബജീവിതത്തെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യണമേ. ഞാൻ നിങ്ങളെ ഈ യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ക്ഷണിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? അവൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാൻ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ ഫാമിലി ലൈഫ്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ലൈഫ്, ഇൻവൈറ്റ് ഹിം. ഹിസ് പ്രസൻസ് മേക്സ് ദ ഡിഫറൻസ്. അവൻ്റെ സാന്നിധ്യം, അവൻ്റെ സ്പർശനം പച്ചവെള്ളത്തെ വീഞ്ഞാക്കും. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.